എവരിവൺ, ഓണക്കാലമൊക്കെ അല്ലേ. അപ്പം നമുക്ക് ഒരു ഓണക്കോടി സെറ്റ് ചെയ്താലോ? നാട്ടിൽ നിന്ന് അമ്മ കൊടുത്തു വിട്ട പുളിയിലക്കര മുണ്ടാണിത്, സെറ്റും മുണ്ടും. ഇതിലേക്ക് നല്ലൊരു പൂവിൻ്റെ ചിത്രം വരക്കണം എന്നാണ് ഞാൻ വിചാരിച്ചത്. കുറേ ചോയ്സസിൻ്റെ ഒടുവിൽ ഞാൻ ലാസ്റ്റ് എത്തിയത് ശംഖുപുഷ്പത്തിൻ്റെ പൂവിലേക്കാണ്. നമുക്കൊന്ന് നോക്കാം. വരച്ച ഒരു ശംഖുപുഷ്പത്തിൻ്റെ വൈനാണ്. ഈ സംഭവം ഒന്ന് ട്രേസ് ചെയ്തിട്ട് ആ സെറ്റ് മുണ്ടിലേക്ക് മാറ്റണം. ചെസ്റ്റ് പോർഷനിൽ കരയോട് ചേർന്നിട്ടുള്ള ഭാഗത്ത് ഒരു വൈന് വിത്ത് ബഡ്സ് ആൻഡ് ഫ്ലവേഴ്സ്, അങ്ങനെയാണ് എൻ്റെ ഒരു പ്ലാന്. അതുപോലെ തന്നെ സെറ്റ് മുണ്ടിൻ്റെ മിഡിൽ പോർഷനിൽ ആ കരഭാഗത്ത് കരയോട് ചേർന്നിട്ടുള്ള ആ ഭാഗത്തും ഒരു ചെറിയ വൈന്, താഴെ തൊട്ട് മേലോട്ടേക്കുള്ള ഒരു വൈനും, അങ്ങനെയായിരുന്നു ഞാൻ ചെയ്യാൻ വിചാരിച്ചിരുന്നത്. ട്രേസ് ചെയ്യൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തു. ട്രേസ് ചെയ്യുന്നതിന് മുമ്പേ തന്നെ ഞാൻ എവിടെ വരക്കണം എന്നുള്ളത് സേഫ്റ്റി പിന്ന് വെച്ചിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ട്രേസ് ചെയ്യുന്ന ആ പേപ്പർ ഇളകി പോവാതിരിക്കാൻ വേണ്ടിയിട്ടും ഒന്ന് ഫിക്സ് ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട്. ട്രേസിങ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മുടെ മെയിൻ പരിപാടിയായിട്ടുള്ള പെയിൻറ്റിങ്ങിലേക്ക് കടന്നു. പെയിൻറ്റ് ചെയ്യാൻ ഭയങ്കര സുഖമാണ്, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ ഭയങ്കര ആസ്വദിച്ചാണ് പെയിൻറ്റ് ചെയ്യാറ്. പല ഷെയ്ഡ്സിലുള്ള ഗ്രീൻ കളേഴ്സ് ഉണ്ടല്ലോ. ഇവിടെ വൈൻസിന് കളർ കൊടുക്കാൻ ഞാൻ എടുത്തത് ചെറുപയർ പച്ച കളറായിരുന്നു, ഏകദേശം എൻ്റെ ആ ഡ്രസ്സിൻ്റെ കളറൊക്കെ. വേഷ്ടിയിലെ മുണ്ടിലെ വൈൻസ് എല്ലാം ഞാൻ ആദ്യം കളർ കൊടുത്ത് സെറ്റാക്കി വെച്ചു. ഇനി ഫ്ലവേഴ്സിലേക്ക് പോകണം. ഫ്ലവേഴ്സ് ചെയ്യുമ്പോൾ ഡയറക്റ്റ് ബ്ലൂ കൊടുക്കുന്നതിന് പകരം ഞാൻ ചെയ്തത് ഒരു വൈറ്റ് പെയിൻ്റ് എടുത്തിട്ട് ഒരു ബേസ് കോട്ട് കൊടുത്തു. കാരണം ഈ ഫാബ്രിക്കിൽ എത്രത്തോളം കളേഴ്സ് ഈ ഹൈലൈറ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് എനിക്ക് വലിയ ഐഡിയ ഇല്ല. ഈ ബ്ലൂ കളറൊക്കെ കൊടുത്താൽ അത് ഡാർക്ക് ഷെയ്ഡിലേക്ക് പോവുമോ അതോ നല്ല ബ്ലൂവിൽ കാണുമോ എന്നുള്ളൊരു കൺഫ്യൂഷൻ എനിക്കുണ്ടായിരുന്നു. പിന്നെ എല്ലാ കളറും ഹൈലൈറ്റ് ചെയ്യാൻ ഏറ്റവും നല്ലത് അതിനൊരു ബേസ് കോട്ട് വൈറ്റ് കൊടുക്കുന്നതാണ്. ശരിക്കും ആ ഫ്ലവറിൽ ബ്ലൂ കളർ എങ്ങനെയാണ് ഉണ്ടാവുക, അതിൻ്റെ എഡ്ജസിലൊക്കെ നല്ല ഡീപ്പ് ബ്ലൂ കളറായിരിക്കും. ഇൻസൈഡിലേക്ക് വരുന്നപ്പോഴത്തേക്ക് ഈ ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡിലേക്ക് വരും. പിന്നെ അതുപോലെ തന്നെ സെൻറ്ററിൽ ആ മിഡിൽ പോർഷനിൽ ഒരു കുറച്ച് യെല്ലോ ടിൻറ്റും കൂടി നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ ഇതിൽ ഞാൻ ചെയ്യുന്ന വർക്കിലും ഉണ്ടാവണമെന്ന് എനിക്കൊരു നിർബന്ധമുണ്ട്. ശംഖുപുഷ്പത്തിൻ്റെ പ്രൗഢിയും തനിമയും ആ ഭംഗിയും ഒന്നും ചോർന്നു പോവാതെ എല്ലാ ഡീറ്റെയിൽസോടും കൂടി എൻ്റെ ഓണപ്പുടവയിൽ പകർത്തിയെടുക്കണം എന്നാണ് എൻ്റെ ഒരാഗ്രഹം. ഫൈനലി ആ വൈൻസൊക്കെ ഞാൻ പെയിൻറ്റ് ചെയ്ത് കംപ്ലീറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ആ യെല്ലോ പോർഷൻ കൂടിയും കൊടുത്തിട്ടുണ്ട്. യെല്ലോ പോർഷൻ്റെ നടുവിൽ ഒരു കുഞ്ഞി പെറ്റലും കൂടി ഉണ്ടാവും, കുഞ്ഞി ഇതെല്ലാം കൂടി ഉണ്ടാവും. അതും ഞാൻ ജസ്റ്റ് ഒരു ബ്ലൂ ഷെയ്ഡ് കൊണ്ട് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ആ വൈൻസ്. ഇനി ഇത് ഒരു 24 hours നമ്മുടെ അയലിട്ട് ഒന്ന് ഉണക്കിയെടുക്കണം, മിനിമം ഒരു 24 hours. അതിനുശേഷം ഇത് റിവേഴ്സ് ഓർഡറിൽ ഒന്ന് അയൺ ചെയ്തെടുക്കണം. ഡയറക്റ്റ് അയൺ ബോക്സ് പെയിൻറ്റിൻ്റെ മേലെ വെക്കാൻ പാടില്ല. നമ്മുടെ ഈ ഫാബ്രിക് തിരിച്ചിട്ടിട്ട് അതിൻ്റെ മേലെ അയൺ ചെയ്യാം. അപ്പം പിന്നെ നമ്മുടെ ഡ്രസ്സ് സെറ്റായി.